എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ച. ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്ന് നമുക്ക് വേണമെങ്കിൽ 7ാം സെഷനിലും കണ്ടിന്യൂ ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാം. വളരെയധികം ഒരു നാരോ റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത് എന്നുള്ളതാണ്. രാവിലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെങ്കിലും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു നാരോ റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ എന്ന് തന്നെ പറയാം. നമുക്ക് നോക്കൂ, ഇവിടെ നിന്നും 12:30 വരെ 12:30 രാവിലെ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ 25,008, അതായത് നമ്മുടെ നിഫ്റ്റി പ്രതീക്ഷയോടെ കാത്തിരുന്ന 25,000 എന്നുള്ള റേഞ്ചിന് മുകളിൽ 25,008 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെ പിന്നീട് 12:30 വരെ, ഉച്ചയ്ക്ക് 12:30 വരെയും ആ 25,008 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുവരെ ഒരു കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ വീണ്ടും താഴത്തേക്ക് വരുന്ന ഒരു 10 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന തരത്തിലുള്ള ട്രേഡിങ്, സ്കാൽപ്പിംഗ് ഒക്കെ വളരെയധികം പരാജയപ്പെടുന്ന ട്രേഡിംഗ് ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രേഡൊന്നും ഇന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 12:30 ശേഷമാണ്, നോക്കൂ, ഇത് 12 മണി, ഇത് 12:15 ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ എൻഡോട് കൂടിയിട്ടാണ് 25,009 എന്നുള്ള ഹൈയിലേക്ക് എത്തിയത്. കേവലം ഒരു പോയിൻ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് 25,006 എന്നുള്ളതിൽ ക്ലോസ് ചെയ്തത് 12:30. ഓക്കെ, അതിനുശേഷം വീണ്ടും സെക്കൻഡ് കൺസോൾട്ടേഷൻ ഏകദേശം മാർക്കറ്റ് ക്ലോസിങ് ടൈം വരെ. നോക്കൂ, ഇവിടെ 2:45 25,037 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനം 25,005 കേവലം 32 പോയിൻ്റ് പോസിറ്റീവിൽ 25,005 ക്ലോസ് ചെയ്തു. നമുക്ക് പറയാം 7ാം സെഷനിലും കണ്ടിന്യൂ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രം. പക്ഷേ ഇന്ന് സ്റ്റോക്കുകളുടെ കാര്യം എടുത്ത് നോക്കിയാലും കൂടുതലായും സ്റ്റോക്കുകളും എല്ലാം തന്നെ വളരെയധികം ഒരു മന്ദഗതിയിലായിരുന്നു. സെലക്റ്റഡ് സ്റ്റോക്കുകൾ അത്യാവശ്യം മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ന്യൂസ് ബേസിലാണ് അവർ റാലി നടത്തിയത് എന്ന് മാത്രം. ഇപ്പോൾ നിഫ്റ്റി ഈ പ്രധാന ലെവല് മറികടന്നതോട് കൂടിയിട്ട് ഒരു ഷോർട്ട് കവറിങ് മൂവ്മെൻറ്റ് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ മൊമെൻറ്റം ഇൻഡിക്കേറ്ററുകളിലും ഓസിലേറ്ററുകളിലും ഒരു ബുള്ളിഷ് ക്രോസ് ഓവറുകളുടെ സപ്പോർട്ടോടെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ, അതായത് മുകളിലേക്ക് പോകുമ്പോൾ 25,200 അല്ലെങ്കിൽ 25,150 ടു 25,100 ലെവലിലായിരിക്കും നിഫ്റ്റിയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,400 എന്നുള്ള റേഞ്ചിലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ സാധിക്കും. വേറെ വേൾഡ് ക്യൂസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നിഫ്റ്റി 25,200 മുകളിലേക്ക് പോകുമെന്ന് അനുമാനിക്കാം. എന്നാൽ വേറൊരു പോസിറ്റീവ് ഘടകം കൂടെ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതുവരെ 25,850 എന്നുള്ള 24,850 24,720 ആ ഒരു റേഞ്ചിലായിരുന്നു സപ്പോർട്ട് സോണെങ്കിൽ ഇപ്പോൾ ഉയർന്ന കുറച്ചും കൂടെ വന്ന് 24,900 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് സപ്പോർട്ട് ലെവൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് 24,900 വാച്ച് ചെയ്യേണ്ടത്. അതായത് 15 ഡേയ്സ് മൂവിങ് ആവറേജ് ഇപ്പോൾ 24,900 സോണിലാണ് ഉള്ളത്. ഇന്ന് പ്രധാനമായും ബാങ്കിങ് സെക്ടർ, അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ അതുപോട് അനുബന്ധിച്ചുള്ള സ്റ്റോക്കുകളുടെ റാലിയിലാണ്. അതിന് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയാം. സെൻസെക്സ് ആണെങ്കിൽ 123 പോയിൻ്റ് പോസിറ്റീവിൽ 81,548. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 123 പോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ ഒരു റേഞ്ച് തന്നെയാണ്. നോക്കൂ, അതിലും നമുക്ക് സെൻസെക്സ് പ്രത്യേകിച്ചും ഇന്നൊരു എക്സ്പയറി ഡേ കൂടെ ആയതുകൊണ്ട് പ്രീമിയം എല്ലാം നല്ലപോലെ ഡീക്കെ നടന്നിട്ടുണ്ട്. ഏതായിരുന്നാലും 81,548 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം തുടർന്ന് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
അതിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ വാർത്തകളും അതുപോലെ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അതിൽ പങ്കുവയ്ക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ഓട്ടോ ഒഴികെയുള്ള എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിൽ തന്നെയാണ്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ 102 മത്സ്യ സംസ്കരണ പ്ലാന്റുകൾക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ടിങ്ങിനുള്ള സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ US മാർക്കറ്റിൽ താരിഫിൻ്റെ പ്രയാസം കാരണം അങ്ങോട്ടുള്ള എക്സ്പോർട്ടിങ് മുടങ്ങിയിരിക്കുകയായിരുന്നു സമുദ്രോൽപ്പന്ന കമ്പനികൾക്ക്. അത് അവയ്ക്കെല്ലാം ഈ ഒരു യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എക്സ്പോർട്ടിംഗ് സാങ്ഷൻ ആയത് വലിയ നേട്ടമാകും. ശരിക്കും ഇന്ത്യൻ കയറ്റുമതിയുടെ 16% സമുദ്രോൽപ്പന്നങ്ങളുടെ ഈ 102 കമ്പനികളാണ്. ഈ 102 കമ്പനികളിലാണ് സംസ്കരിക്കുന്നത്. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ, അവന്തി ഫീഡ്സ്. ഇവയെല്ലാം തന്നെ നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇന്നലെ മാത്രം ഈ സ്റ്റോക്കുകൾ 15% ഉയർന്നിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കാരണം ഇന്നത്തെ മാർക്കറ്റ് ഒരു നാരോ റേഞ്ചിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു ബയ്യിങ് ചാൻസ് ആവാം. നിങ്ങൾ ഒരുപക്ഷെ ഇതുവരെ വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നാളെ ഇവിടെ നിന്നും എൻട്രി എടുത്ത് പോവുകയോ ചെയ്യാം എന്ന് വിചാരിച്ച് കണ്ണടച്ച് പോകാനല്ല പറയുന്നത്. നിങ്ങൾ വാച്ച് ചെയ്ത് ഇവയിലെല്ലാം തന്നെ ഒരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസും ന്യൂസ് ബേസിലും പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഒന്ന് വാട്ടർ ബേസാണ്, 51 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ നിലവിലുള്ള പ്രൈസ്. രണ്ടാമത്തത് IFB ആഗ്രോ, നോക്കൂ 790 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോഴും കയറ്റത്തിൽ തന്നെയാണുള്ളത്. മൂന്നാമത്തേത് കോസ്റ്റൽ കോർപ്പറേഷനാണ്, നോക്കൂ കേവലം 38 രൂപയേ ഉള്ളൂ. ഇന്നലെ 15% ഇത് ഉയർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തേത് അപെക്സ് ഫ്രോക്സൺ ഫുഡാണ്. നോക്കൂ, ഇന്ന് ഇത് ഫുൾ കൺസോൾട്ടേഷനായിരുന്നു. ഇന്ന് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ പ്രധാന ഇൻഡെക്സുകൾ കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് ഇവയും ഒരു കൺസോൾട്ടേഷനിലേക്ക് നിന്നത്. മാർക്കറ്റ് ഉയരുകയാണെങ്കിൽ ഇവയും ഉയരാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാം. ഓക്കെ, ഇപ്പോൾ ഇത് ഇന്നലെ കയറിയതിൽ നിന്ന് താഴത്തേക്ക് വന്നത് നമുക്കൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ലാസ്റ്റ് വൺ അവന്തി ഫീഡാണ്. നോക്കൂ, അവന്തി ഫീഡ് എല്ലാം തന്നെ കയറ്റത്തിലാണുള്ളത്. ഇന്ന് അല്പം താഴത്തേക്ക് വന്നിട്ടുണ്ട്, 725 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4-5 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. കാരണം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ യൂറോപ്യൻ യൂണിയനുകൾ അനുമതി നൽകിയതിനെ തുടർന്നാണ് ഇവയെല്ലാം തന്നെ ഒരു റാലി ഇന്നലെ നടത്തിയത്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ IT കമ്പനികളും ഇന്ന് മുന്നേറ്റത്തിൽ തന്നെയാണ്. TCS, അതുപോലെ ഇൻഫി, വിപ്രോ, HCL ടെക്നോളജി ഇവ 3% ഇന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംഫാസിസ്, പേഴ്സിസ്റ്റൻസ്, കോഫോർജ് തുടങ്ങിയവ മിഡ് ക്യാപ്പ് IT സ്റ്റോക്കുകൾ 4% ഇന്ന് ഉയർന്നിരിക്കുന്നത്. നോക്കൂ, നിഫ്റ്റി ഇപ്പോൾ 25,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 24,400 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് ഈ ഒരു ഇൻഡെക്സ് നിഫ്റ്റി എത്തിയിരുന്നു. അതിന് പ്രധാന കാരണം നമുക്കൊക്കെ അറിയാം, അമേരിക്ക അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഏർപ്പെടുത്തിയ 50% താരിഫ് തന്നെയാണ് 24,400 എത്തിയത്. എന്നിരുന്നാലും ഈ ഒരു ഇടിവിൽ നിന്ന് ഇൻഡെക്സ് ക്രമാതീതമായി അല്പമായി കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇടയ്ക്ക് അല്പം 100 പോയിൻ്റ് 150 പോയിൻ്റ് താഴത്തേക്ക് വന്നാലും എല്ലാം തന്നെ ഈ FIErsൻ്റെ കണ്ടിന്യൂസ് സെല്ലിങ്ങിലൂടെ ഉണ്ടായിരുന്നെങ്കിലും കൂടി തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പമായി കയറി വന്ന് ഇപ്പോൾ 25,000 മുകളിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ സെക്ടറിലുണ്ടാകുന്ന പരിമിതമായ പ്രത്യാഘാതങ്ങൾ, അതിലുള്ള പ്രതീക്ഷ, അതുപോലെ US-ൻ്റെ ലോങ് ടേം നയങ്ങളോടുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ ശക്തമായ അല്ലെങ്കിൽ തന്ത്രപരമായ പ്രതികരണം, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനായി GST പോലുള്ള പ്രധാന ഡൊമസ്റ്റിക് പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് തുടങ്ങി നിരവധി ഘടകങ്ങളാണ് നിഫ്റ്റിയുടെ ഈ ഒരു പുനരുജ്ജീവനത്തിന് കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയുമായി ട്രേഡിംഗ് ചർച്ചകൾ വീണ്ടും തുടങ്ങാനുള്ള അമേരിക്കയിൽ നിന്നുള്ള പോസിറ്റീവ് സൂചനകളും
മാർക്കറ്റിനെ മുകളിലേക്ക് പോകാനുള്ള കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നലെ വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ തീർച്ചയായും ഇന്ന് കവറായിട്ടുണ്ടാവില്ല. കാരണം ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി 54,645 മുകളിൽ ഇവിടെ 12.4 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാനിൽ താഴത്തേക്ക് തന്നെ വന്നു. എന്നിരുന്നാലും ഇന്ന് നമുക്ക് തീർച്ചയായും ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായില്ല. കാരണം ഇന്ന് മോർണിംഗ് സെഷനിൽ തന്നെ മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് മൂവിങ് ആ തരത്തിലായതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അതിലൊരു എൻട്രി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എടുക്കാൻ നമുക്ക് അനുയോജ്യമായി പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നിഫ്റ്റിയും നമ്മുടെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിന് ഉള്ളിലാണ്. നോക്കും, നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ 25,035 എന്നുള്ളത് എത്ര പെർഫെക്റ്റായാണ്. ഇത് 25,037 ടച്ച് ചെയ്ത് താഴത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവ രണ്ടിലും ഇന്ന് ലഭിച്ചിട്ടില്ല. നാളെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 25,050 മുകളിൽ വാച്ച് ചെയ്താൽ മതി. സപ്പോർട്ടായിട്ട് 24,915 തന്നെയാണ്. നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 54,770 എന്നുള്ള ഈ ഒരു സോണ് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ സപ്പോർട്ടായിട്ട് 54,400 തന്നെ മതിയാവും. അതിന് താഴെ വരികയാണെങ്കിൽ മാത്രം എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവർ ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് സസൂക്ഷ്മം വീക്ഷിച്ച് നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.